ജസ്റ്റ് ഒരു സിമ്പിൾ ഫേസ് പാക്ക് മാത്രം യൂസ് ചെയ്താൽ പോലും നമുക്കൊരു ഫേഷ്യൽ ചെയ്താൽ അതേ റിസൾട്ട് കിട്ടണം എന്നാണെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അടിപൊളിയാണ്, സൂപ്പർ റിസൾട്ട് കിട്ടും. പിന്നെ ഇത് ചെയ്യാനായിട്ട് നമുക്ക് 4-5 സ്റ്റെപ്പ് ഒന്നും ചെയ്യേണ്ട. ഈ ഒരു ഫേസ് പാക്ക് മാത്രം യൂസ് ചെയ്താൽ മതി. പക്ഷേ ഫേഷ്യൽ ചെയ്തതിൻ്റെ അതേ റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ സൺ ടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യാനായിട്ട് സഹായിക്കും. അതിനായിട്ട് നമ്മൾ എന്താണ് മാറ്റം വരുത്തി ഈ ഒരു ഫേസ് പാക്ക് യൂസ് ആക്കേണ്ടത്, ഡ്രൈ സ്കിന്നാണ്, നോർമൽ സ്കിന്നാണ്, ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടു നോക്കുക. സാധാരണ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം, എങ്ങനെ ചെയ്യുമ്പോഴാണ് സൂപ്പറായിട്ടുള്ള റിസൾട്ട് എല്ലാവർക്കും കോമൺ ആയിട്ട് കിട്ടുന്നത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ വീഡിയോ അവസാനം വരെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. സോ അവസാനം വരെ കണ്ടു നോക്കുക. ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു ഫേസ് പാക്ക് സിമ്പിളാണ്, പക്ഷേ ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള കുറേ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഒക്കേഷനൊക്കെ ആണെങ്കിൽ ധൈര്യമായിട്ട് യൂസ് ആക്കാം. സോ മുഖം ആദ്യം നന്നായിട്ടൊന്ന് കഴുകുക, എന്നിട്ട് വേണം ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. പുറത്തൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സോപ്പ് ഉപയോഗിച്ച് കഴുകുക, അതല്ലാന്നാണെങ്കിൽ നോർമൽ വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി. അതിനുശേഷം ഫസ്റ്റായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചന്ദനത്തിൻ്റെ പൊടിയാണ്. ചന്ദനത്തിൻ്റെ പൊടി ഞാനിവിടെ ഒരു 1-1.5 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് മുഖത്ത് യൂസ് ആക്കാൻ പറ്റുന്ന ഒരു ബേസിക് നോർമലായിട്ടുള്ള ചന്ദനം യൂസ് ആക്കിയാൽ മതി. നിങ്ങൾക്ക് ഇനി പ്യുവറായിട്ടുള്ള ചന്ദനമൊക്കെ കിട്ടും എന്നാണെങ്കിൽ അത് ഉപയോഗിച്ചോളൂ. ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പിന്നെ അത് മാത്രമല്ല ഭയങ്കര അവൈലബിലിറ്റി കുറവാണ്, എല്ലായിടത്തും ഈസിലി കിട്ടുന്ന ഒരു ഐറ്റം ആയിരിക്കില്ല. അതുകൊണ്ട് ഓൺലൈനായിട്ട് നമുക്ക് ഫേസിൽ യൂസ് ചെയ്യുന്ന സാൻഡൽവുഡ് പൗഡറൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. സോ അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. കടയിൽ നമ്മുടെ ഈ ഒരു മരുന്ന് കടയൊക്കെ ഉണ്ടല്ലോ, ആയുർവേദ ഷോപ്സ്, അവിടെ കിട്ടുന്നത് നമുക്ക് മുഖത്തിടാനാണെന്ന് പറഞ്ഞാൽ അവർ അതനുസരിച്ച് തരും. അടുത്തതായിട്ട് കുറച്ച് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയും അതിന് മുന്നേ ആയിട്ട് കുറച്ച് കടലമാവും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ യൂസ് ചെയ്തത് ഈ ഒരു കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ്. പിന്നെ ഏതാണ് ഞാൻ യൂസ് ചെയ്ത ചന്ദനത്തിൻ്റെ പൊടിയെന്ന് വെച്ചാൽ ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. അതാ ഈ ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങളതൊന്ന് നോക്കുക. ഞാനിങ്ങനെ കാണിച്ചാൽ മാത്രമേ എനിക്ക് പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ടാഗ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാൻ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഇത് കുഴപ്പമില്ല, നല്ലതാണ്, എനിക്കിഷ്ടപ്പെട്ടു. അടുത്തതായിട്ട് എനിക്കിതിൽ മേടിച്ചിട്ടുള്ള ഞാനൊരു കോംബോ ആയിട്ടാണ് മേടിച്ചത്. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സാൻഡൽവുഡ് പൗഡറാണ്. ബാക്കിയുള്ള ഇതിനേക്കാളും എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു ബ്രാൻഡിൻ്റെ സാൻഡൽവുഡ് പൗഡർ ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള സംഭവങ്ങളുടെയൊക്കെ റിവ്യൂ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ തന്നെ ഓരോ വീഡിയോസായിട്ട് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു പാക്ക് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പാലാണ്. പാല് നമുക്ക് യൂസ് ആക്കാം. ഡ്രൈ സ്കിന്നാണ്, നിങ്ങൾക്ക് പാല് യൂസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരുവിധ കുഴപ്പമില്ല എന്നാണെങ്കിൽ ഉറപ്പായും പാല് യൂസ് ആക്കുക. അതല്ല നിങ്ങൾക്കതൊന്നും സെറ്റ് ആവില്ല എന്നാണെങ്കിൽ അലോവേര ജെല്ലോ റോസ് വാട്ടറോ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി കുറേ സൺ ടാനുള്ള ഫേസാണ്, ഭയങ്കര ഡ്രൈ സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് പകരമായിട്ട്, പാലിന് പകരമായിട്ട് കുറച്ച് തൈര് ചേർത്ത് മിക്സ് ആക്കുക. തൈര് യൂസ് ചെയ്താൽ പെട്ടെന്ന് നമ്മുടെ ഈ ഒരു സൺ ടാനും ഡള്ളായിട്ടുള്ള ഫേസും ഒക്കെ മാറിയിട്ട് പെട്ടെന്നൊരു ബ്രൈറ്റ്നെസ്സും ആ ഒരു സൺ ടാൻ റിമൂവലൊക്കെ ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിലൊരു ബ്രൈറ്റ് സ്കിൻ നമുക്ക് കിട്ടും. ഓൾറെഡി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭയങ്കര സട്ടിലായിട്ടുള്ള സ്കിന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് ഡാമേജ് ആയി പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാട്ടോ. തൈര് ചേർത്ത് മിക്സ് ആക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഓയിലി സ്കിന്നാണ്, തൈര് സെറ്റാവില്ല. പക്ഷെ ഓൾറെഡി നല്ല രീതിയിൽ സൺ ടാൻ ഉണ്ടെങ്കിൽ തക്കാളിയുടെ നീരുണ്ടല്ലോ അത് അരച്ച് ചേർക്കുക. ഒപ്പം റോസ് വാട്ടറോ അലോവേര ജെല്ലോ എന്താണോ കയ്യിലുള്ളത് അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നമുക്ക് തക്കാളിയുടെ നീര് മാത്രം യൂസ് ചെയ്തും നന്നായിട്ട് മിക്സ് ആക്കാം. പിന്നെ ഈ ഒരു സംഭവങ്ങളിലൊക്കെ ഒരു ഡ്രോപ്പല്ല കേട്ടോ, ഒരു സ്പൂണെങ്കിലും പാൽ അല്ലെങ്കിൽ തൈര് ചേർക്കാൻ പറ്റുന്നവരാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. നോർമൽ സ്കിൻകാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുന്ന ടൈമിലുണ്ടാകുന്ന ആ ഒരു ഡ്രൈനെസ് ഉണ്ടല്ലോ, ഇത് യൂസ് ചെയ്ത് നമ്മൾ കഴുകി കളഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ചെറിയൊരു ഡ്രൈനെസ് ഉണ്ടാവും. അതുണ്ടാവത്തില്ല. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരല്പം പാലോ തൈരോ ചേർക്കണം എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ മാത്രം നിങ്ങളൊന്ന് വീണ്ടും കേട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെയാണ് മിക്സ് ആക്കേണ്ടതെന്ന്. എല്ലാം ചേർക്കണോ എന്നൊക്കെയുള്ള ഡൗട്ട് ഉണ്ടാവുമല്ലോ, അത് മാറിക്കിട്ടും. അപ്പോൾ ഓരോ സ്കിൻ ടൈപ്പുകാർക്കും അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്താൽ ഈ ഒരു സംഭവം സൂപ്പറായിട്ട് വർക്കാകും. ഇനി നിങ്ങൾക്ക് ഈ ചന്ദനം യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഇല്ല എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ എങ്ങനെയാണ് അത് യൂസ് ചെയ്തതെന്നുള്ളതും
ഫാക്റ്റാണ്. സോ ചന്ദനമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ റിസൾട്ട് തരുന്നതാണ്. അപ്പോൾ നമ്മൾ മേ ബി നമുക്ക് സെറ്റാവാത്തത് അതായിരിക്കില്ല, അതിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഐറ്റം ആയിരിക്കാം. അതൊന്ന് മാറ്റിയൊക്കെ യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ മെയിൻ ആയിട്ടുള്ള സംഭവം വന്ന് മാറ്റിയാൽ മതി. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറഞ്ഞാൽ ചന്ദനം തന്നെയാണ്. ബാക്കിയെല്ലാം നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്കാണ് ബാക്കി ഐറ്റംസൊക്കെ എടുത്തിട്ടുള്ളത്. സോ ഈ 3 ഇൻഗ്രീഡിയൻസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും, മഞ്ഞൾ ഇപ്പോൾ സെറ്റാവില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ, കുഴപ്പമില്ല. ആ ഒരു ചന്ദനത്തിന് ഏറ്റവും മൈൽഡസ്റ്റ് ഫോമിൽ യൂസ് ചെയ്യാനാണ് നമ്മൾ കുറച്ച് കടലമാവും കൂടെ ചേർത്ത് കൊടുത്തത്. എന്നിട്ടാവുമ്പം അത് അത്രയും ഇൻറ്റൻസ് ആയിരിക്കില്ല, കുറച്ചുകൂടെ സൂത്തിങ് ആയിരിക്കും, കുറേ കൂടെ നമുക്ക് റെഗുലറായിട്ട് യൂസ് ആക്കാനായിട്ട് ഓക്കെ ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മഞ്ഞൾ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ചന്ദനവും നമ്മുടെ ഈ ഒരു കടലപ്പൊടിയും മാത്രമായിട്ട് യൂസ് ആക്കുക. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വേറെ നീം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ യൂസ് ആക്കുന്നുണ്ട്, കോഫി പൗഡർ, ഇതൊക്കെ നിങ്ങളുടെ പിഗ്മെൻറ്റേഷൻ മാറാനോ മൂക്കുരു മാറാനോ യൂസ് ആക്കുന്നവരാണെങ്കിൽ ഈ ഒരു സംഭവത്തിൻ്റെ കൂടെ അതും കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ യൂസ് ചെയ്താൽ മതി, അടിപൊളി റിസൾട്ട് കിട്ടും. ഇനി ഈ ഒരു ഫേസ് പാക്ക് യൂസ് ആക്കുന്ന സമയത്ത് നിങ്ങൾ വേറെ ഏതെങ്കിലും ആക്റ്റീവ്സ് ഒക്കെ യൂസ് ആക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുന്ന ടൈമിൽ മാത്രം വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇത് മാത്രം യൂസ് ചെയ്ത് നോക്കൂ, നല്ല വ്യത്യാസം ഉണ്ടാവും. എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറേ സിറംസും ക്രീംസും ഒക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഇതാണ്. ഇതിപ്പം ഈവൻ ഒരു പാക്കറ്റ് വാങ്ങിയാൽ പോലും കുറേ നാളുണ്ടാവും. ഒരു നിർബന്ധമില്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. ഒരു നിർബന്ധമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ബാക്കി വേറെ നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് ഹോം റെമഡീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് നടന്ന് നമ്മുടെ കിച്ചണിലോട്ട് പോയാൽ ഉറപ്പായും ഉണ്ടാവുന്ന ഐറ്റംസ് ആയിരിക്കും അതെല്ലാം തന്നെ. ഇപ്പം ഞാൻ റീസെൻ്റായിട്ട് കുറച്ച് പ്രോഡക്റ്റ്സ് വാങ്ങിച്ചു എന്നേ ഉള്ളൂ. ഇപ്പം പുറത്തുനിന്നുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്ന്, അല്ലാതെ ഇതൊന്നും യാതൊരു നിർബന്ധമില്ല. പക്ഷെ ചന്ദനം എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് റിസൾട്ട് കിട്ടും. ഞാൻ മുന്നേ വന്നിട്ട് ചന്ദനം യൂസ് ആക്കാറുണ്ട്, അത് ഞാൻ ഒരു മരുന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഓൺലൈനിൽ കണ്ടപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. എനിക്കിത് സൂപ്പറായിട്ട് റിസൾട്ട് കിട്ടി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ യൂസ് ചെയ്ത ബ്രാൻഡ് ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് വാങ്ങിയാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നാണോ ഇഷ്ടമുള്ളത് വാങ്ങാനായിട്ട് അത് തന്നെ മേടിച്ചാൽ മതി. ഞാനൊരു 10 മുതൽ 15 മിനിറ്റ് വരെ ഫേസിൽ ഈ ഒരു സംഭവം വെച്ചിരുന്നു, നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക്. അതിനുശേഷം വാഷ് ചെയ്ത് കളഞ്ഞു. നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ റെഗുലറായിട്ട് യൂസ് ആക്കാം. ആഴ്ചയിലൊരു 3 ദിവസം വെച്ചിട്ട് റെഗുലറായിട്ട് യൂസ് ആക്കാം. അല്ലെങ്കിൽ സൺ ടാനൊക്കെ ഉണ്ട്, അത് മാറ്റണം എന്നാണെങ്കിൽ അത് മാറി കിട്ടുന്നത് വരെ റെഗുലറായിട്ട് ഒരു 5 ദിവസമൊക്കെ വെച്ചിട്ട്, ആഴ്ചയിൽ ഒരു 5 ദിവസമൊക്കെ വെച്ചിട്ട് യൂസ് ആക്കുക. ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ അത് നന്നായിട്ട് ഫെയ്ഡ് ആയിക്കോളും. മെയിനായിട്ട് ശ്രദ്ധിക്കുക, ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ അലോവേറ ജെല്ലാണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മോയ്സ്ചറൈസർ യൂസ് ആക്കാം. രണ്ടാമത്, പുറത്ത് പോകുന്ന സമയത്ത് വീണ്ടും സൺ ടാൻ ഏൽക്കും. അതുകൊണ്ട് ഉറപ്പായും ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. ഒരുപാട് ഇൻറ്റൻസ് ആയിട്ടുള്ള ഭയങ്കര കഠിനമായ വെയിലുണ്ടല്ലോ, അത് കൊള്ളുന്ന രീതിക്ക് ഒരിടത്തും പോയി നിൽക്കരുത്. അങ്ങനെ പോകുന്നൊരു സാഹചര്യമാണെങ്കിൽ ഷോൾ യൂസ് ചെയ്തിട്ട് മുഖം ഒന്ന് കവർ ചെയ്യുക, ഹെൽമെറ്റ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നന്നായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക, അത്രയും മതി. അപ്പോൾ ആ ഒരു പാർട്ടും കൂടെ ഓക്കെ ആയാൽ പിന്നെ നമുക്ക് ഈ ഒരു കെയർ സൂപ്പറായിട്ട് വർക്കാകും. അല്ലാതെ നമ്മൾ കെയർ കൊടുക്കുന്നുണ്ട് പിന്നെയും സൺ ടാൻ ഏൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വ്യത്യാസം അറിയാനായിട്ട് പറ്റില്ല. പിന്നെ നിങ്ങൾ ഒരുപാട് പൊടി അടിക്കുന്നവരാണെങ്കിലും ഈ ഒരു ഡാർക്ക്നെസ് ഉണ്ടാവും സ്കിന്നിൽ, പൊല്യൂഷൻസ് കാരണം. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കഴിയുന്ന അത്രയും നമുക്കത് സേഫായിട്ട് നമ്മുടെ സ്കിന്നെ വയ്ക്കുക. പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. അതുകൊണ്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലൊക്കെ പ്രിവെൻറ്റ് ചെയ്യുക. ഒരു സ്കാർഫോ കർച്ചീഫോ ഒക്കെ വെച്ചിട്ട് ഫേസൊക്കെ ഒന്ന് ആ ഒരു മൂക്കിൻ്റെ അവിടെ നിന്നൊക്കെ കെട്ടി വയ്ക്കുക, ഹെൽമെറ്റ് വയ്ക്കുക ബൈക്കിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ നല്ല മാറ്റം ഉണ്ടാവും. ഇത് ഒരു ദിവസം ചെയ്യരുത്, കുറേ കാലം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. എല്ലാവരും നമ്മൾ നോക്കുന്നത് പോലെയൊക്കെ ആദ്യം തോന്നും, പിന്നെ അത് നോർമൽ ആയിക്കോളും. സോ അതത്ര വലിയ കാര്യമല്ല. നമ്മുടെ സ്കിന്നാണ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. വെയിലൊക്കെയുള്ള സമയത്ത് കുടയൊക്കെ പിടിച്ചിട്ട് നടന്നാൽ കുറേ കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഉടനെ കാണാം. കമൻറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ബൈ.